ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇനി വലിയ നോമ്പിലേക്ക് കടക്കുകയാണ്. ഈ സഭാമാതാവ് ഈ ദിവസത്തേക്കായി നമുക്ക് തന്നിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ട് പുത്രന്മാരുടെ ഉപമ. ബൈബിളിൽ ഈശോ നമ്മോട് സംസാരിക്കുന്നത് ഉപമകളിലൂടെയാണ്. ഇന്നത്തെ തിരുവചന ഭാഗത്തും രണ്ട് പുത്രന്മാരെ ചേർത്ത് വെച്ചാണ് ഉപമ പറയുന്നത്. ബൈബിളിലുടനീളം ഇത്തരം ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന രണ്ട് പുത്രന്മാരെ നോക്കുക. ഒരാൾ തന്റെ മാതാപിതാക്കന്മാരുടെ പ്രീതിക്കായി ആദ്യം വയലിലേക്ക് പണിക്ക് പോകാമെന്ന് പറയുകയും എന്നാൽ പിന്നീട് അതിനെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ അല്പം ദേഷ്യത്തോടെയാണെങ്കിലും പോകാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് മനസ്തപിച്ച് വയലിലേക്ക് പോകുന്നതുമാണ്. മനുഷ്യ ജീവിതത്തിൽ നാം ആർജിക്കേണ്ട വലിയൊരു മാറ്റത്തെക്കുറിച്ച് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളതല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന വിചാരം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തിരുവചനഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത്. ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം, അതായത് എൻ്റെ ഇഷ്ടമല്ല തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്ത നമ്മളെ നയിക്കണം. ക്രിസ്തു ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റണമേ. അത് കേവലം മാനുഷികമായ ചിന്ത മാത്രമാണ്. എന്നാൽ അതിൻ്റെ അവസാനം ക്രിസ്തു ഒരു വാചകം പറയുന്നതായി ബൈബിളിൽ കാണുന്നു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ പലപ്പോഴുമുള്ളത് മാനുഷികമായ ചിന്തകളാണ്. അവിടങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുക എന്നത് രണ്ടാമത്തെ ചിന്തയുടെ ഭാഗമാണ്. അത്തരമൊരു രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വലിയ നോമ്പ് ആചരിക്കുന്നതെന്നൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അവിടെ എൻ്റെയും നിങ്ങളുടെയും ചിന്തകളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അവ പരിപാലിക്കുകയും അവ പരിപോഷിപ്പിക്കുകയും അതിലേക്ക് നടന്നെടുക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. അത്തരം ചിന്തകളിലേക്ക് എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് മനസ്സിനെ ചായ്ച്ചു കൊടുക്കുവാനും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ചെവികൾ കേൾക്കുവാനുമുള്ള മനസ്ഥിതി ഉണ്ടാകുവാനായി ഈ തിരുവചന ഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അതിനുള്ള ആരംഭം എന്ന രീതിയിൽ ഈ തിരുവചന ഭാഗം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു വലിയ ചിന്തയായി ഇന്ന് ഉദ്ബോധിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.